السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم لك الدوام الأزلي والبقاء السرمدي حتى ترث الأرض ومن عليها وأنت خير الوارثين. سبحانك يا دائم أنت ولينا فاغفر لنا وأنت خير الغافرين. سبحانك يا دائم ارزقنا حلاوة محبتك واحشرنا في زمرة المحبين. ولا حول ولا قوة إلا بالله العلي العظيم. حسبنا حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: فالعينان زناهما النظر والأذنان زناهما الاستماع واللسان زناه الكلام واليد زناها البطش والرجل زناها الخطأ. آمين. دمعا جارا من مقلة بدمي أم هبت الريح من تلقاء كظيمتي وأومل البرق في ظلماء من إظلامي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. فما لعينيك إن قلت
قل تستفيق يهيمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم أيحسب صبوا أن الحب منكتم ما بين منسجم منه وملتدم لولا الهوى لم تريق دمعا على طلالي ولا أريق ذكر الباني والعالم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا ومولانا محمد. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ ഈ സദസ്സിന് ഭക്തിദർഭനമായ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹിച്ച അഭിവന്യ സുഹൃത്തു കൂടിയായ യാസിൻ ഫൈലി ഉസ്താദ്, അതുപോലെ തന്നെ മിർഷാദി അമാനി, അലിഖാൻ സാദി ഉൾപ്പെടെയുള്ള ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് ഭാരവാഹികൾ, മീലാദാഘോഷ കമ്മിറ്റിയുടെ കൺവീനർ മൊയ്നുദ്ദീൻ ഉൾപ്പെടെയുള്ള സഹോദരന്മാരെ, രക്ഷിതാക്കളെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെടുന്ന ഒരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളൊക്കെ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം പാപസുരക്ഷിതരായി ജീവിക്കുവാനും അവസാനം ആഖിബത്ത് നന്നായി മരിക്കുവാനും നാഥനായ റബ്ബ് നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലയളവ് വരെ പരിപൂർണ മുഅ്മിനായി ആഫിയത്തോടെ, റാഹത്തോടെ, അഭിമാനത്തോടെ, അന്തസ്സോടെ, ഇസ്സത്തോടെ, സലാമത്തോടെ ജീവിക്കുവാനും മരണം ഖൈറാകുന്ന അവസരത്തിൽ പരിപൂർണ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് കാമിലായ ഉളൂവോടുകൂടി വെള്ളിയാഴ്ച രാവിലോ പകലിലോ ജുമുഅക്ക് മുമ്പ് മറമാടുന്ന രീതിയിൽ നന്നായി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മളുടെ മാതാപിതാക്കൾ അടക്കമുള്ള കൂട്ടുകുടുംബങ്ങൾ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആനന്ദത്തിലുമാക്കി കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ ജഗനിയന്താവായ റബ്ബ് തആല പൂർത്തീകരിച്ചു തരട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോക മുസ്ലിമീങ്ങൾ വളരെയധികം സന്തോഷിക്കുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെയും നിങ്ങളെയും നമ്മുടെ സർവമാന കാര്യങ്ങളെയും വേണ്ട ആകാശഭൂമികൾ, ഈ ബ്രഹ്മാണ്ഡ കടാഹം മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കാൻ കാരണം ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയതാണ്. ഈ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിലായി എന്തെല്ലാം ചേതന അചേതന വസ്തുക്കളുണ്ടോ അതിലൊക്കെ ഏറ്റവും ഉത്കൃഷ്ടരായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനത്തിൽ അതീവ സന്തോഷവാന്മാരായി കൊണ്ടാണ് നമ്മളൊക്കെ ഈ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
അവന്റെ നിഖില മേഖലകളിലും ഏത് നിലക്കും ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉത്തമമായ ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഏത് മേഖലകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴും അവിടെയൊക്കെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമും പരിശുദ്ധമായ ഖുർആനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസും മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും വിരൽ ചൂണ്ടുന്നുണ്ട്. ശക്തമായ പ്രതിപാദം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം അല്ലാഹുവും ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ ജീവിക്കുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹു ഈ ഭൂമി ലോകത്തേക്ക് നമ്മെ അയക്കുന്നതും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ആ ഇബാദത്തുകൾ ഏതെല്ലാം രീതിയിലാണ്, അത് എങ്ങനെയൊക്കെ അനുവർത്തിക്കണം എന്നൊക്കെ അല്ലാഹു നേരിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതിനൊരു മീഡിയേറ്റർ ആയിക്കൊണ്ട്, ഒരു റസൂലായിക്കൊണ്ട് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് നിയോഗിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നേരിട്ട് തന്നെ നമുക്ക് ഓരോരുത്തരിലേക്കും ഇബാദത്തിന്റെ കാര്യങ്ങളും നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന എന്തെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമുണ്ടോ അതൊക്കെ അല്ലാഹുവിന് നേരിട്ട് തന്നെ ഓരോ അടിയങ്ങളിലേക്കും എത്തിക്കാമായിരുന്നു. പക്ഷേ എല്ലാ കാലത്തും ഈ ഭൂമി സൃഷ്ടിച്ച് സംവിധാനിച്ച അന്ന് മുതൽ തന്നെ ഓരോ റസൂലുമാരും നബിമാരും അതിന്റെ ഇടയിൽ മീഡിയേറ്ററായി വന്നുകൊണ്ട് ജനങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അക്കാലഘട്ടത്തിലെ നബിമാരിലും റസൂലുമാരിലുമായിരുന്നു അതിന്റെ ദൗത്യമുണ്ടായിരുന്നത്. ആ ദൗത്യത്തിന്റെ പരിപൂർണതയിലെത്തിയാണ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊള്ളുന്നത്. ഖാത്തിമുൻ നബിയ്യീൻ എന്നാണ്. നബിമാരുടെ ആ അവസാന ശൃംഖല പരിപൂർണമാകുന്നത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. ഇനിയൊരു പ്രവാചകൻ വരാനുള്ളത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിയാമത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴും ഇവിടെ സംസ്ഥാപിക്കുന്നത് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലം കൊണ്ട് കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആനും ആ ശരീഅത്തും അനുസരിച്ചായിരിക്കും സയ്യിദുനാ ഈസ ഇബ്നു അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ ഇറങ്ങി വരുന്നത്. അപ്പൊ ഇനിയൊരു പ്രവാചകൻ ഒരു പുതിയ ശരീഅത്തുമായി വരാനില്ല. اليوم أكملت لكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا എന്ന് പരിശുദ്ധമായ ശരീഅത്തിനെ കുറിച്ച്, ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് വളരെ പൊരുത്തപ്പെട്ടുകൊണ്ട് തൃപ്തി അടഞ്ഞുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുവെങ്കിൽ ആ തൃക്കരങ്ങളിലൂടെ കൈമാറ്റം ചെയ്ത് സ്വഹാബത്ത് വഴി താബിഉ വഴി തബഉ താബിഉ വഴി നമ്മുടെ പൊന്നാനിമാരുടെ മഖ്ദൂമുമാരുടെയും ഇന്ന് എത്തിപ്പെട്ടു നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ കരങ്ങളിലേക്കാണ്. ആ കരങ്ങളിൽ നിന്ന് ഭദ്രമായി നമ്മുടെ അടുത്തേക്ക് വരുന്ന പരിശുദ്ധമായ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഈ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ ദീനിനെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നീ കാണുന്ന ഒരു വടാവൃക്ഷത്തിന് തുല്യമായി കൊണ്ടുവന്നത്? അന്നത്തെ സാഹചര്യം എന്തായിരുന്നു? ചരിത്രകാരന്മാർ പോലും വളരെയധികം വ്യക്തമായി എഴുതി വെച്ചു. ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് ജന്മം കൊള്ളുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തെ കുറിച്ച് പറഞ്ഞത്. ഒരു ഇരുണ്ട യുഗമായിരുന്നു. ഇത് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ജുമുഅയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്. പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ജുമുഅയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇസ്ലാമിക പ്രചരണ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മുത്തുനബിയെ എവിടുന്നാണ് തെരഞ്ഞെടുത്തത്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീൻ. ഹബീബായ മുത്തുനബിയെ തെരഞ്ഞെടുത്തത് നിരക്ഷരരായ ഒരു വിഭാഗം ആളുകളിൽ നിന്ന് എഴുത്തും വായനയും അറിയാത്ത ഒരു നബിയായിക്കൊണ്ടാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായിക്കൊണ്ട് അല്ലാഹു തെരഞ്ഞെടുത്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുത്തുനബിയെ സംബന്ധിച്ചിടത്തോളം എഴുത്തും വായനയും അറിയാതിരിക്കുക എന്നുള്ളത് ഒരു ന്യൂനതയല്ല. അത് നമ്മൾ ഇനി വരുന്ന സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാകും. നമ്മൾ മനുഷ്യന്മാരിലേക്ക്, സാധാരണക്കാരിലേക്ക് നമ്മൾ അത് ചിന്തിക്കുമ്പോൾ, ഇപ്പൊ എനിക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു മൈനസ് പോയിന്റാണ്. മുത്തുനബിക്ക് അങ്ങനെയല്ല. കാരണം ആ എഴുത്തും വായനയും അറിയാത്ത നബിയാണ് ബഹിരാകാശം പോലും ഉൾക്കൊള്ളുന്ന ഏഴാനാകാശത്തേക്ക് കടന്നു ചെന്ന് അല്ലാഹുവിന്റെ തിരുഹലറത്തിലേക്ക് ചെന്നുകൊണ്ട് അല്ലാഹുവിനെ ദർശിച്ചുകൊണ്ട് മടങ്ങി വന്നത് ഒരൊറ്റരാവുകൊണ്ട് ഈ എഴുത്തും വായനയും അറിയാത്ത ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്, ആ എഴുത്തും വായനയും അറിയാത്ത ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹിയാണ് ഇന്ന് കാണുന്ന എല്ലാ ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്കും മതമുള്ളവനും ഇല്ലാത്തവനും ജാതിയാവട്ടെ, അവന്റെ മതമേതാവട്ടെ, വർണ്ണമേതാവട്ടെ, വർഗമേതാവട്ടെ, എല്ലാവരിലും ഉത്കൃഷ്ടൻ ഹബീബ് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ തിരഞ്ഞെടുത്തത് എഴുത്തും വായനയും അറിയാത്ത ഒരാളായിക്കൊണ്ടാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീൻ റസൂലൻ മിൻഹും, അവരിൽ നിന്ന് നിരക്ഷരരായ എഴുത്തും വായനയും അറിയാത്ത ആളുകളാ. അതിൽ നിന്ന് തന്നെയാണ് ഹബീബായ മുത്തുനബിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് എങ്ങനെയാണ് ആ മനുഷ്യന്മാരെ അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാമിലേക്ക് അടുപ്പിച്ചത്? യത്ലൂ അലൈഹിം ആയാതിഹി, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അവരിലേക്ക് ഓതി കേൾപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ, ഏതെങ്കിലും മേഖലകൾ കൈകാര്യം ചെയ്യുമ്പോ, ഏതെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോ ഹബീബായ മുത്തുനബിക്ക് അതിനെ കുറിച്ച് അറിയാതിരിക്കുമ്പോ അതാ വരുന്നു വാനലോകത്തിൽ നിന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ഏത് വിഷയത്തെ കുറിച്ചാണോ പ്രതിപാദിക്കുന്നത് ആ വിഷയത്തെ കുറിച്ച് മുത്തുനബിയിലേക്ക് വഹി അറിയിച്ചു കൊടുക്കുകയാണ്. ആ വഹിയുടെ അടിസ്ഥാനത്തിൽ സ്വഹാബത്തിനെ ഓതി കൊടുപ്പിക്കുന്നു. അതിനുള്ള തിക്തഫലം അവിടെ കാണിച്ചു കൊടുക്കുന്നു. ഈ രീതിയിൽ എഴുത്തും വായനയും അറിയാത്ത ഒരു റസൂല് വന്നുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഈ നിലക്ക് കെട്ടിപ്പടുത്തുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആ മുത്തുനബിയുടെ ഉമ്മത്താണ്. ആ മുത്തുനബിയുടെ ഉമ്മത്തിൽ പെടാൻ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടില്ല. നമ്മൾ അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചിട്ടില്ല. കരഞ്ഞുകൊണ്ട് നിശയുടെ നിശബ്ദതയിൽ ഇരുന്നുകൊണ്ട് ജഗനിയന്താവായ റബ്ബിനോട് ഏതെങ്കിലും ഒരു അവസരത്തിൽ പ്രിയപ്പെട്ടവരെ പറയുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ, അല്ലാഹുവേ അല്ലാഹുവേ, മുത്തുനബിയുടെ സമുദായത്തിൽ ആ ഉമ്മത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് പറയാൻ, എന്ന് ദുആ ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ടോ? കേൾക്കണം പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ അംബിയാ മുർസലീങ്ങൾ നബിമാർ ദുആ ചെയ്തിരുന്നു. അല്ലാഹുവേ അല്ലാഹുവേ, ഈ ബ്രഹ്മാണ്ഡ കടാഹം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് വായുവും വെള്ളവും വെളിച്ചവും ഞങ്ങൾ കേൾക്കുന്ന റബ്ബേ, ഞങ്ങളുടെ ഈ അവസാന കാലഘട്ടത്തിൽ വരുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് അവർക്ക് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പരിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ നമ്മെ പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമുക്ക്
അല്ലാഹുവിന്റെ വലിയൊരു തൗഫീഖോടുകൂടിയാണ് നമ്മൾ മുത്തനബിയുടെ ഉമ്മത്തിൽ പെട്ടത്. ആ ഉമ്മത്തിൽ പെട്ട ആ തൗഫീഖിനെ ഉപയോഗപ്പെടുത്തി ഹബീബായ മുത്തനബി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഹലാലാക്കിയിട്ടുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വാജിബാക്കിയിട്ടുണ്ടോ, വിരോധിക്കേണ്ടതിനെ വിരോധിച്ചു എടുക്കേണ്ടതിനെ എടുത്തുകൊണ്ട് ജീവിക്കലാണ് നമ്മുടെ ഉത്തരവാദിത്യം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മുൻകഴിഞ്ഞ നബിമാരൊക്കെ ദുആ ചെയ്തിരുന്നു എന്നാണ്, മുത്തുനബിയുടെ ഉമ്മത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ എന്ന്. കാരണം അത്രയും വലിയ പവറുള്ള അഷ്റഫുൽ ഖൽഖാണ് ഞങ്ങളുടെ ശൃംഖല അഥവാ നബിമാരുടെ ശൃംഖല പരിപൂർണമായി ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് അവർക്കറിയാം. ഇത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച അന്ന് തന്നെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കിക്കൊണ്ട്, പടച്ചവനെ എനിക്ക് ഏറ്റ, ഞാൻ ആ സ്വർഗത്തിൽ നിന്ന് എനിക്ക് വിലക്കപ്പെട്ട ഒരു കനിയുണ്ടായിരുന്നു, അതെടുത്ത് ഭക്ഷിച്ചു. ആ ഒരു അരുതായ്മ ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് എനിക്ക് നീ ഇല്ലായ്മ ചെയ്യണേ, എനിക്ക് നീ പുറത്തു തരണേ എന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും ദുആ ചെയ്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അപ്പൊ മുത്തുനബിയുടെ സവിശേഷത എത്രയാണ്? സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലൗഹിന്റെ മേലെ ഈ എഴുത്ത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവാചകൻ ഇവിടെ വരാനെന്നുണ്ടെന്ന വിഷയം അറിയുന്നത്. എല്ലാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ആ വിഷയങ്ങളിലൂടെ കൈമാറ്റം ചെയ്തു പോന്ന മുത്തുനബിയുടെ ആ ഒരു സുവിശേഷത്തെ ഇടയാളനാക്കിക്കൊണ്ട് ഹക്ക് കൊണ്ട് മുത്തുനബിക്ക് വേണ്ടി മുത്തുനബിയെ അടയാളനാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഈ ദീനിനെ ഇവിടെ എത്രമേൽ ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ തരുണത്തിൽ നമ്മുടെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് കളങ്കം വരുത്തിക്കൂടാ. അതിന്റെ സർവമാന കാര്യങ്ങളിലും നമ്മൾ പരിപൂർണമായി നമ്മുടെ ആയുസ്സിനെ ചെലവഴിച്ചു കൊണ്ടേയിരിക്കണം. നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോ നമ്മുടെ ഇഷ്ടാനിഷ്ടാനുസരണം വെച്ചുകൊണ്ട് അതിന് ഒരിക്കലും മാറ്റിത്തിരുത്തലുകൾ വരുത്താൻ നമ്മെ കൊണ്ട് സാധ്യമല്ല, സാധിക്കുകയുമില്ല, നമ്മളെ ചെയ്യാനും പാടില്ല. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമാണ്, 5 വഖത്ത്. അത് നമ്മുടെ മറ്റേത് പരിപാടികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നോട്ടല്ല. അതതിന്റെ കൃത്യമായ ടൈമിൽ നിസ്കരിച്ചു കൊള്ളുക എന്നുള്ളത് മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റിയാണ്. കൂട്ടത്തിൽ സാന്ദർഭികമായ ഒരു കാര്യം ഞാൻ ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ ഈ വാഴത്തോടെ നടക്കാൻ ഇൻഷാ അല്ലാഹ് 10-12 ദിവസങ്ങളോളം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല കാര്യങ്ങൾ പറയുവാനും ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി ജീവിതം ഉൾക്കൊണ്ട് ജീവിതം ധന്യമാക്കി പടച്ച റബ്ബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടുന്ന ഒരു മാർഗത്തിലൂടെ ജീവിച്ച് അവസാനം ആഖിബത്ത് നന്നായി മരിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ വയലൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ 1-2 മണിക്കൂറൊക്കെ ലേറ്റ് ആകുമ്പോൾ ഒരു 12-12:30 അല്ലെങ്കിൽ 1 മണിയൊക്കെ ആകും ചിലപ്പോൾ. അങ്ങനെ പറഞ്ഞാൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല അർത്ഥം. അങ്ങനെ ആയാൽ പോലും സുബ്ഹി നമസ്കാരം നമുക്കൊരിക്കലും ഖളാ ആവാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഉമ്മമാര്, സഹോദരിമാര്, എന്റെ രക്ഷിതാക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സുബ്ഹി നമസ്കാരം നമുക്ക് ഖളാ ആവാൻ പാടില്ല. ഈ വയലിന്റെ പേരിൽ ഏതെങ്കിലും ഒരു നമസ്കാരം നമ്മൾ ഖളാ ആക്കുകയാണെങ്കിൽ നമ്മുടെ വയല് കൊണ്ട് വലിയൊരു നേട്ടം നമുക്ക് ഉണ്ടാവൂല. നമ്മളുടെ ഉദ്ദേശ ശുദ്ധികൾ ഏകദേശമെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും റബീഉൽ അവ്വലിന് പരിപാടി നടത്തുന്നു, നമ്മളും നടത്തുക, നമ്മളും പോയിരിക്കുക എന്നതിലുപരി നമുക്ക് അവിടുന്ന് എന്ത് കിട്ടുന്നുവോ, എന്ത് പറഞ്ഞു തരുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസമായിരിക്കണം ഈ വയല് കൊണ്ടും ഈ പ്രോഗ്രാം കൊണ്ടും നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സെക്കൻഡിനും വലിയ കൂലി ലഭിക്കും, യാതൊരു സംശയവുമില്ല. പക്ഷെ അതിന്റെ പേരിൽ
ഒരു ഹറാമ് വന്നുകൂടാ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. കാരണം ഈ ഭൂമി ലോകത്തെ സ്വർഗത്തിന്റെ പൂന്തോപ്പിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് ഹബീബ് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഇൽമ് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദി, പരിശുദ്ധമായ ശരീഅത്തും ഖുർആനും തിരു ഹദീസും ചർച്ച ചെയ്യപ്പെടുന്ന വേദി, അത് സ്വർഗത്തിന്റെ പൂന്തോപ്പിൽ നിന്നൊരു പൂന്തോപ്പാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഈ വേദിയുടെ മഹത്വം എത്രയാണ്! നമ്മൾ കാണാത്ത വിധം മാലാഖമാർ നിറഞ്ഞു നിൽക്കുന്ന സദസ്സാണ് ഇത്. മുത്തുനബിയുടെ മദ്ഹ് പറയുന്ന സദസ്സാണ് ഇത്. പരിശുദ്ധമായ ഖുർആനിനെ പറയുന്ന സദസ്സാണ്. തിരു ഹദീസുകൾ ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ സദസ്സിന്റെ പവിത്രത നമ്മൾ ഒരിക്കലും കളങ്കപ്പെടുത്താൻ പാടില്ല. അതിന്റെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വഴുകി ഉറങ്ങിയാൽ പോലും നമ്മൾ നമസ്കാരം ഖളാഅക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഇതിന്റെ പേരിൽ എന്നല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനേ പാടില്ല. നമ്മളൊന്നിങ്ങനെ ആലോചിച്ചു നോക്കുക. നമുക്ക് പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ അന്ന് മുതൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരേ ഒരു ഇബാദത്ത് അത് നമസ്കാരം മാത്രമാണ്. ബുദ്ധി അവന്റെ ശരീരത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം അവന്റെ ശരീരത്തിന് ആരോഗ്യമില്ല. ഒന്നുമില്ലാത്ത സാഹചര്യത്തിലും അവന്റെ ഖൽബ് കൊണ്ട് അവർക്ക് പുറം ലോകത്തെ വീക്ഷിക്കുവാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഖൽബ് കൊണ്ടും അവൻ നമസ്കരിച്ചു കൊള്ളണമെന്ന് ഫുഖഹാ നമ്മെ പഠിപ്പിക്കുകയാണ്. അത്രമേൽ ഗൗരവമാണ്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ അതുമായി ഒക്കെ നമുക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം ത്യാഗങ്ങളും കഠോരമായ പീഡനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മർദ്ദനങ്ങളും സഹിച്ചുകൊണ്ടാണ് ഈ പരിശുദ്ധമായ ദീനിനെ ഇത്രമേൽ വലിയ ഒരു മതമാക്കി നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞെടുത്തു. എന്നിട്ട് എങ്ങനെ പ്രബോധനങ്ങൾ തുടങ്ങി? യത്ലു അലൈഹിം ആയാതിഹി, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അവർക്ക് ഇങ്ങനെ ഓതിക്കൊടുത്തു. ആർക്കാണ് ഈ ഓതിക്കൊടുക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഒരു ഇരുണ്ട യുഗം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു കാലഘട്ടം. 3 W ആളുകളായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തപ്പെടുകയാണ്. വൈൻ, വാർ, വുമൺ. ഇതാണ് 3 W. വൈൻ എന്ന് പറഞ്ഞാൽ മദ്യമില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം. വാർ, അവർ യുദ്ധക്കുതിയന്മാരായിരുന്നു. വെറും യുദ്ധം മാത്രം. എപ്പോഴും തന്റെ ഉറയിൽ ഊരിയെടുക്കാൻ പാകപ്പെടുത്തിയ വാളുമായി ചുറ്റി നടന്നുകൊണ്ട് ശത്രു ആരാണെന്ന് നോക്കാതെ ഒറ്റയടിക്ക് തലയറുക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ മാത്രം നടന്നിരുന്ന ഒരു വിഭാഗം ആളുകൾ. അതുപോലെ തന്നെ വുമൺ, സ്ത്രീരംഭടന്മാരുമായിരുന്നു. അതവിടെ അവിഹിതമെന്നോ വിവാഹമെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ അവരെല്ലാവരും അതിൽ ലയിച്ചു പോകുന്ന തരത്തിലുള്ള മതോന്മത്തരായി മദ്യവും മയക്കുമരുന്ന് പോലെയുള്ള സർവമാന മദ്യത്തിന്റെ കാര്യങ്ങളിലൊന്നും ലവലേശം പോലും ഒരു ജാഗ്രത കാണിക്കാതെ കുത്തഴിഞ്ഞ ഒരു ജീവിതത്തിന്റെ ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ട് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യത്ലൂ അലൈഹിം ആയാതിഹി, പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോരോ ആയത്തുകൾ ഇങ്ങനെ അവരിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അവർ പ്രവേശിക്കുന്ന മേഖലകൾ ഏതൊക്കെ? ഏതാണ് മദ്യമെന്ന്? മദ്യം എങ്ങനെയാണ് മുത്തുനബി നിരോധിച്ചത്? പ്രിയപ്പെട്ടവരെ, മദ്യമില്ലാതെ ഒരിക്കലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു പറ്റം ജനസമൂഹത്തിലാക്കാണ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. എത്രമേൽ അവർ പറയാറുണ്ടായിരുന്നു എന്നോ, എന്റെ അവസാനമായി എന്റെ കുഴിമാടം വെട്ടുമ്പോ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ ഖബറിൽ കൊണ്ട് അടക്കം ചെയ്ത് നിങ്ങൾ തിരിച്ചു പോരുമ്പോ എന്റെ മീസാൻ കല്ലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾ അവിടെ നാട്ടേണ്ടത് മുന്തിരിയുടെ വള്ളികളാണെന്ന് പറയുകയാണ്. ഇതെന്തിനാണെന്ന് ചോദിക്കുമ്പോ അവർ പറയുന്നത്, ആ മുന്തിരി വള്ളിയുടെ പേരിൽ നിന്നും മുന്തിരിച്ചാറ് എന്റെ വായിലേക്ക് വരുമ്പോ അത് മദ്യമായി നുണയാൻ വേണ്ടിയാണ്. നിങ്ങളോട് ഞാൻ മദ്യത്തിന്റെ നുണതി എനിക്ക് കിട്ടാൻ വേണ്ടിയാണ് എന്റെ ഖബറിന്റെ മുകളിൽ പോലും മുന്തിരി വള്ളികൾ നിങ്ങൾ നാട്ടണമെന്ന് ഞാൻ വസിയത്ത് ചെയ്തിരുന്നത് എന്ന് പറയുന്ന ഒരു ജനസമൂഹത്തിലേക്ക് വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ഓരോരോ ആയത്തുകൾ
കള്ളിനെ കുറിച്ച് അവർ നിങ്ങളോട് ചോദിക്കുമ്പോ ആ കള്ളിൽ ഉപകാരവും ഉപദ്രവവും ഉണ്ടെന്ന് നബിയെ അന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഓരോരോ ഘട്ടങ്ങൾക്കനുസരിച്ച് ഇനി നിങ്ങൾ നമസ്കാരം